വണങ്ങുന്നു ഞങ്ങൾ. സ്നേഹധാരയായി കൃപയേകൂ, തിരുമാറിൽ മുറിവേകും ജീവൻ, ആത്മസമൃദ്ധിയായി ദാസരം ഞങ്ങളിൽ ചൊരിയൂ. രോഗങ്ങൾ, മുറിവുകൾ, നൊമ്പരങ്ങൾ ജീവനിൽ കനലായി എരിഞ്ഞു നിൽപ്പൂ. കാൽവരിക്കും നിന്റെ വേദനയിൽ നാഥം ഞങ്ങൾ തൻ കണ്ണീരുമേറ്റുവാങ്ങൂ. പാപികളെങ്കിലും തനയരല്ലോ ഞങ്ങൾ, തിരുക്കുരിശാലെ നീ വീണ്ടെടുത്തു. മരുഭൂമിൽ തീറ്റൂടിൽ സാന്നിധ്യം പോ, ജീവിതയാത്രയിൽ ചേർത്തിടണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളെ രക്ഷിച്ച ദൈവമേ, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണെന്നും രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണെന്നും തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് പറയുന്നുവല്ലോ. മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിത്തള സർപ്പത്തെ നോക്കിയപ്പോൾ ആഗ്നേയ സർപ്പദംശനമേറ്റവരെല്ലാം ജീവൻ വീണ്ടെടുത്തതുപോലെ ജീവിതത്തിൻ്റെ അനവധിയായ കഷ്ടപ്പാടുകളിലും ക്ലേശങ്ങളിലും വേദനകളിലും അങ്ങേ തിരുക്കുമാരൻ്റെ കുരിശിലേക്ക് നോക്കുവാനും ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കുമെന്ന് തിരുവചനം ഉൾക്കൊണ്ട് ഞങ്ങളിതാ അങ്ങേ വത്സലപുത്രൻ്റെ കുരിശിൻ ചുവട്ടിൽ അണഞ്ഞിടുന്നു. കരുണാപൂർവം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുകയും ചെയ്യണമേ. ദൈവപിതാവേ, ഞങ്ങളിതാ അങ്ങേ സന്നിധിയിൽ അഭയം തേടുന്നു. കുരിശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നുവെന്ന് അങ്ങയുടെ തിരുക്കുമാരൻ അരുളി ചെയ്തത് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ ആത്മാവിനെ വർഷിക്കുവാനുള്ള ദാഹമായിരുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങേ പുത്രന്റെ കുത്തിത്തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന കൂദാശകളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർത്ഥാടനമാകുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ ക്ലേശങ്ങളിലും കഷ്ടതകളിലും കൂദാശകളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. മരുഭൂമിയിൽ അങ്ങയുടെ ജനത്തോടൊപ്പം തീത്തൂണായും മേഘത്തൂണായും അങ്ങുണ്ടായിരുന്നുവല്ലോ. പുതിയ ജനമായ ഞങ്ങളുടെ ജീവിതയാത്രയിലും സത്യമായും ജീവനായും വഴിയായും അങ്ങ് കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ആമേൻ. വചന ധ്യാനവും ആരാധന പ്രകരണവും. യേശു ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. വിശുദ്ധ കുരിശിനാൽ ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യേശു നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. വിശുദ്ധ കുരിശിനാൽ ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്തു നടന്നു. വിശുദ്ധ കുരിശിനാൽ ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി.
യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. ഒരു സാബത്തിൽ അവനൊരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്തക്ക വിധം കൂനിപ്പോയ ഒരുവൾ അവിടെയുണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ? നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവെ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. അങ്ങയുടെ പീഡാസഹനത്താലും കുരിശുമരണത്താലും ഉയർപ്പിനാലും ഞങ്ങൾക്കങ്ങ് പ്രത്യാശ നൽകുന്നുവല്ലോ. നായിം പട്ടണത്തിലെ വിധവയുടെ പുത്രനെയും ബെത്സയിദയിലെ തളർവാദരോഗിയെയും അന്ധനായ ബർത്തിമേസിനെയും കൂനുള്ള സ്ത്രീയെയും പാപിനിയെയും കുരിശിൽ തൂങ്ങിയ നല്ലവനെയും കുരിശിന്റെ സ്നേഹത്താൽ അങ്ങ് വീണ്ടെടുത്തതുപോലെ ഞങ്ങളുടെ പാപങ്ങളും തകർച്ചകളും ബലഹീനതകളും തൊഴിലില്ലായ്മയും സാമ്പത്തിക ക്ലേശങ്ങളും ദുശ്ശീലങ്ങളും കുടുംബ പ്രശ്നങ്ങളും രോഗങ്ങളും വൈകല്യങ്ങളും അങ്ങേറ്റെടുക്കണമേ. കുരിശിനാൽ രക്ഷ നൽകണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തിരുക്കുരിശേ നൽകിടുന്നഭയം സ്നേഹമായി മാറ്റണേ. തിരുരക്തമേകി നൽകിയ ജീവൻ ജീവിതയാത്രയിൽ ശക്തിയാക്കൂ. തിരുക്കുരിശേ നൽകിടുന്നഭയം മരുഭൂമിയിലുയർത്തിയൊരടയാളപ്പോ ജീവനിൽ ദീപമായി തെളിയണമേ. കാണുന്നോർക്കെല്ലാം രക്ഷയായി ഉദ്ധാന സന്തോഷം നൽകിടേണേ. തിരുക്കുരിശേ നൽകിടുന്നഭയം നോഹത്തിൻ പേടകം പോലെ പ്രളയത്തിൻ മഴവില്ലായി തെളിയൂ. അബ്രഹാം തിരുമുൻപിൽ യാചിച്ചപ്പോൾ രക്ഷകൻ ഗേഹമായി മാറിടേണേ. തിരുക്കുരിശേ നൽകിടുന്നഭയം. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുവേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഞങ്ങളെ കാത്തി
കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളെ നിത്യം അനുഗ്രഹിക്കണമേ. കൃതജ്ഞതാ പ്രകരണം. പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ജീവിതത്തിനും നിരവധിയായ അനുഗ്രഹങ്ങൾക്കും ജീവിതത്തിലെ ഞെരുക്കങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരുവിൻ്റെ നയനങ്ങൾ നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ലെന്ന് പ്രവാചകങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നുവല്ലോ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവനും ഞങ്ങളെ അനുഗമിക്കുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. വിശുദ്ധ കുരിശിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഉയർപ്പിൻ്റെ മുന്നനുഭവം നൽകുകയും ചെയ്യുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവ് നിങ്ങളോട് കൂടെ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കുരിശിൻ തണലിൽ നിങ്ങളെന്നും അഭയം കണ്ടെത്തുവാനും അവിടുത്തെ ശക്തിയാൽ ജീവിതക്ലേശങ്ങൾ ഏറ്റെടുക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ പുണ്യത്തിൽ അനുദിനം വളരുവാനും ദൈവരാജ്യ മഹത്വം ദർശിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുരിശിലൂടെ ഉയർപ്പിൻ്റെ മഹിമയിലേക്കും നിത്യജീവിതത്തിലേക്കും പ്രത്യാശയോടെ സ്വയം സമർപ്പിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മോക്ഷകവാടം തുറക്കുന്നു, രക്ഷകരാവോസ്തിയേ, ശത്രുവിൻ അണികൾ തകർക്കാൻ ശക്തിയും തുണയും തരണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടണം. സ്വർഗ്ഗത്തിൽ അങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ഇടവകയെയും ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായ എല്ലാ വ്യക്തികളെയും സദാചാരനിഷ്ഠയിലും നീതിബോധത്തിലും വളർത്തുകയും അങ്ങയുടെ ദിവ്യപ്രകാശത്താൽ നയിക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഇടവകയെയും ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളെ വിശ്വാസത്തിലും ഐക്യത്തിലും സേവന മനോഭാവത്തിലും അഭിവൃദ്ധിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ സുഖദുഃഖങ്ങളുടെ താൽക്കാലികതയും ലോകമഹിമകളുടെ അർത്ഥമില്ലായ്മയും മനസ്സിലാക്കിക്കൊണ്ട് സ്വകാര്യ ജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും ദൈവോന്മുഖരായി ജീവിച്ച വിശുദ്ധരെ പോലെ എല്ലായ്പ്പോഴും ജീവിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളാഘോഷം ഞങ്ങളുടെ ഇടവകയുടെയും നാടിൻ്റെയും ആധ്യാത്മിക നവോത്ഥാനത്തിന് പ്രേരകമാകണമെന്ന്, പാപികളുടെ മാനസാന്തരത്തിനും തിരുസഭയുടെ അഭിവൃദ്ധിക്കും കാരണമാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുവാനായി ജെറുസലേം ദേവാലയത്തിൽ തിരുനാളുകളിൽ പങ്കെടുക്കുകയും അവിടുത്തെ തിരുക്കർമ്മങ്ങളിൽ ആചാരവിധി പ്രകാരം സംബന്ധിക്കുകയും ചെയ്ത മിശിഹായി ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലെ ഈ തിരുനാൾ ആഘോഷങ്ങളെ ആശീർവദിക്കണമേ. അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അച്ചടക്കത്തിൻ്റെയും ഭക്തിയുടെയും ചൈതന്യം നൽകി ഈ അവസരത്തെ ഫലസമ്പുഷ്ടമാക്കണമേ. ഈ തിരുനാൾ ആഘോഷിക്കുന്നതിന് സാമ്പത്തികമായും മറ്റ് സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുള്ളവരെയും ഇതിൽ സംബന്ധിക്കുന്ന കാർമ്മികർ, ശുശ്രൂഷികർ, തീർത്ഥകർ, സന്ദർശകർ തുടങ്ങിയ എല്ലാ വ്യക്തികളെയും ആത്മീയവും ഭൗതികമായ അനുഗ്രഹങ്ങൾ നൽകി ആശീർവദിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാസഹനത്തിന്റെ സ്മാരകമാണ് വിസ്മയാഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയത്. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുവാൻ അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
രക്ഷയിലൂടെ നടക്കുന്നവരിൽ ദൈവശക്തിയായി മാറും കുരിശിൽ നമിച്ചിടുന്നു, സ്തുതിച്ചിടുന്നു. സ്തോത്രങ്ങളാ പുകഴ്ത്തിടുന്നു. ക്രൂശെന്നും വിജാതിയർക്ക് ഭൂഷണം, ക്രൂശിതനോ യഹൂദ ജനതയ്ക്കിടച്ച് വിശ്വാസികളാം ഞങ്ങൾക്ക് ക്രൂശെന്നും രക്ഷകനടയാളം നമിച്ചിടുന്നു, സ്തുതിച്ചിടുന്നു. സ്തോത്രങ്ങളാ പുകഴ്ത്തിടുന്നു. ജീവിതമെന്നും ക്രൂശിൻ നിഴലായി മാറ്റിടാം, ഉയർപ്പിനായി ആമോദത്താൽ കാത്തിടാം. മധുരം പകരും ക്രൂശെന്നും തിരുപ്പാതേ ഞങ്ങൾ വഹിച്ചിടാം, നമിച്ചിടുന്നു, സ്തുതിച്ചിടുന്നു. സ്തോത്രങ്ങളാ പുകഴ്ത്തിടുന്നു.